നമസ്കാരം. ഈ പ്രദേശത്ത് ജനിച്ചാലോ ജീവിച്ചാലോ ഈ പ്രദേശത്തെപ്പറ്റി സ്മരിച്ചാലോ ഇവിടെ മരണപ്പെട്ടാലോ അതുമല്ലെങ്കിൽ ഇവിടെയുള്ള മണിമുത്താറ്റിൽ നീരാടി ശിവഭഗവാനെ സന്ദർശിച്ചാലോ സിദ്ധിയോടൊപ്പം മുക്തി എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും ഭൂമിയിലുള്ള 1008 ശിവക്ഷേത്രങ്ങളിൽ മുഖ്യമായ 4 ഒന്നായി കണക്കാക്കുന്നതുമായ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு വൃദ്ധഗിരീശ്വരർ തിരുക്കോവിൽ മുതുകുണ്ട്രം. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കടലൂർ ജില്ലയിൽ മണിമുത്താറിന്റെ കരയിൽ വൃദ്ധാചലം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ, വൃദ്ധഗിരീശ്വരർ, പഴമലൈനാഥർ, മുതുകുന്ദർ എന്നീ നാമങ്ങളിലും ശ്രീ പാർവതി, പെരിയനായകി, വൃദ്ധാംബികെ, ബാലാംബികെ എന്നീ നാമങ്ങളിലും കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിന് പഴമലൈനാഥർ തിരുക്കോവിൽ എന്നും നാമമുണ്ട്. പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടലിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 220ാമത്തേതും നടുനാട്ട് ശിവസ്ഥലങ്ങളിൽ 22ാമത്തേതുമാണ് വൃദ്ധാചലം വൃദ്ധഗിരീശ്വരർ ആലയം. 63 നായന്മാരിൽ അപ്പർ, സുന്ദരർ, തിരുജ്ഞാന സംബന്ധർ എന്നിവർ ഈ ക്ഷേത്രത്തിലെ മൂലവരെപ്പറ്റി പതികം പാടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം തിരുവാരൂരിൽ നടക്കുന്ന ചിത്രത്തേർ ഉത്സവത്തിന് ശിവഭക്തർക്ക് അന്നദാനം നൽകുന്നതിന് പണം തികയാതെ വന്നപ്പോൾ സുന്ദരമൂർത്തി നായനാർ വൃദ്ധാചലം ക്ഷേത്രത്തിലെത്തി മൂലവരെ ദർശിച്ച് പതികം പാടി ശിവഭഗവാനിൽ നിന്നും 12,000 പൊൻപണം വാങ്ങിച്ചു. കള്ളന്മാരുടെ ശല്യമുള്ളതിനാൽ തിരുവാരൂർക്ക് ഈ പൊൻപണം എങ്ങനെ കൊണ്ടുപോകും എന്ന് സംശയിച്ചു നിന്ന സുന്ദരരോട് പണം ഇവിടെയുള്ള മണിമുത്താറ്റിൽ ഇട്ട് തിരുവാരൂർ ക്ഷേത്രത്തിലെ കമലാലയ തീർത്ഥത്തിൽ നിന്നും എടുത്തുകൊള്ളാൻ ഭഗവാൻ നിർദ്ദേശിച്ചു. പിന്നീട് കമലാലയ തീർത്ഥക്കുളത്തിൽ നിന്നും സ്വർണ്ണ നാണയങ്ങൾ എടുത്ത സുന്ദരർക്ക് ഭഗവാൻ തന്ന പൊൻപണത്തിന് മാറ്റു കുറവുണ്ടാവുമോ എന്ന് സംശയം തോന്നിയപ്പോൾ അവിടെ എത്തി പൊൻപണം ഉരച്ചു നോക്കി മാറ്റു കുറവില്ല എന്നുറപ്പുവരുത്തിയ മാറ്റുരഹിത വിനായകർ ഈ ക്ഷേത്രത്തിലുണ്ട്. ആറ്റിലിട്ട് കുളത്തിൽ തേടുന്നത് പോലെ എന്ന പഴമൊഴി ഉദ്ഭവിച്ചത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെ പറ്റി തിരുപ്പുകഴിൽ പാടിയിട്ടുണ്ട്. ശൈവ വഴിപാടിലുള്ള 28 ആഗമവിദ്യകൾ 28 ശിവലിംഗങ്ങളായി ശ്രീമുരുകൻ ഇവിടെ പ്രതിഷ്ഠ ചെയ്ത ഐതിഹ്യത്താൽ ഈ ശിവലിംഗങ്ങൾ ശ്രീകോവിലിന്റെ വടക്കു പടിഞ്ഞാറ് സന്നിധിയിലുണ്ട്. അതിൽ തന്നെ തെക്ക് നിന്നുള്ള വരിയിലുള്ള ശിവലിംഗങ്ങൾക്ക് നടുവിൽ വിനായകരും പടിഞ്ഞാറ് വരിയിലുള്ള ശിവലിംഗങ്ങൾക്ക് നടുവിൽ വള്ളിദേവയാനി സമേത ശ്രീമുരുകനും കുടികൊള്ളുന്നു. മറ്റ് ക്ഷേത്രങ്ങളിൽ എവിടെയും കണ്ടിട്ടില്ലാത്ത 28 ആഗമങ്ങളുടെ പേരുള്ള ശിവലിംഗങ്ങൾ ഇവയാണ്: കാമികേശ്വരർ, യോഗേശ്വരർ, സിന്ധ്യേശ്വരർ, കാരണേശ്വരർ, അജിതേശ്വരർ, ദീപദേശ്വരർ, സൂക്ഷ്മേശ്വരർ, സഹസ്രേശ്വരർ, അംശുമാനേശ്വരർ, സപ്രപാദേശ്വരർ, വിജയേശ്വരർ, വിശ്വാസേശ്വരർ, സ്വയംഭേശ്വരർ, അനലേശ്വരർ, വീരേശ്വരർ, രൗരവേശ്വരർ, മകുടേശ്വരർ, വിമലേശ്വരർ, ചന്ദ്രജ്ഞാനേശ്വരർ, മുഖംബികേശ്വരർ, സർവോത്തമേശ്വരർ, പരമേശ്വരർ, കിരണേശ്വരർ, പുരോദ്ഗീതേശ്വരർ, ലളിതേശ്വരർ, സിദ്ധേശ്വരർ, സന്താനേശ്വരർ, വാതുളേശ്വരർ. ശ്രീമുരുകന് 6 പടവീടുകൾ ഉള്ളതുപോലെ വിനായകർക്കും 6 പടവീടുകൾ ഉണ്ട്. അതിൽ 2ാമത്തെ പടവീടാണ് ഈ ക്ഷേത്രം. വിനായകരുടെ 6 പടവീടുകൾ ഇവയാണ്: തിരുവണ്ണാമല അരുണാചലേശ്വരർ കോവിലിൽ ഭഗവാന്റെ നാമം അല്ലൽപോം വിനായകർ. വൃദ്ധാചലം വൃദ്ധഗിരീശ്വരർ ആലയത്തിൽ ഭഗവാന്റെ നാമം ആഴത്തുപിള്ളയാർ. തിരുക്കടയൂർ അഭിരാമി സമേത അമൃതകടേശ്വരർ ആലയത്തിൽ ഭഗവാൻ കള്ളവാരണ വിനായകർ. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഭഗവാന്റെ നാമം സിദ്ധി വിനായകർ. പിള്ളയാർപട്ടി കർപ്പക വിനായകർ ക്ഷേത്രത്തിൽ ഭഗവാൻ കർപ്പക വിനായകർ. തിരുനാരയൂർ സൗന്ദര്യേശ്വരർ കോവിലിൽ ഭഗവാന്റെ നാമം പൊള്ളാപ്പിള്ളയാർ. വൃദ്ധാചലം ക്ഷേത്രത്തിൽ വിനായകരുടെ സന്നിധി വളരെ താഴ്ചയിലാണ്. കാളഹസ്തിയിലെ പോലെ 18 പടികൾ ഇറങ്ങിച്ചെന്ന് വേണം ഭഗവാനെ ദർശിക്കാൻ. അതിനാലായിരിക്കാം ഭഗവാന്റെ നാമം ആഴത്തുപിള്ളയാർ എന്നായത്. കാശിയെപ്പോലെ വൃദ്ധാചലവും മുക്തിസ്ഥലമായാണ് കരുതപ്പെടുന്നത്. ഇവിടെയുള്ള മണിമുത്താറ്റിൽ നീരാടി വൃദ്ധാചലേശ്വരരെ പ്രാർത്ഥിക്കുന്നവർക്ക് കാശിയിലെ ഗംഗയിൽ നീരാടി കാശി വിശ്വനാഥരെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന പുണ്യത്തിന് തുല്യമായതിനാൽ ഈ പ്രദേശത്തിന് വൃദ്ധകാശി എന്നും നാമമുണ്ട്. ഇവിടെ മരിക്കുന്നവരുടെ ആത്മാക്കളെ ദേവി വൃദ്ധാംബിക മാതൃഭാവത്തോടെ മടിയിലെടുത്തു വെച്ച് പുടവത്തലപ്പാൽ വീശി പാപങ്ങൾ കളയുമെന്നും ശിവഭഗവാൻ അരികെ ഇരുന്ന് ആത്മാക്കൾ മോക്ഷമടയാനായി പേരൂർ പട്ടീശ്വരർ ക്ഷേത്രത്തിലേതുപോലെ പഞ്ചാക്ഷരി മന്ത്രം ഉപദേശിക്കുമെന്നുമാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. മരിച്ചവരുടെ അസ്ഥികൾ മണിമുത്താറ്റിൽ നിമഞ്ജനം ചെയ്താൽ അവ കല്ലായി മാറുമെന്നാണ് പറയുന്നത്. ശ്രീരംഗം ക്ഷേത്രത്തിൽ 7 എന്ന അക്കത്തിന് പ്രാധാന്യമുള്ളതുപോലെ വൃദ്ധാചലം വൃദ്ധഗിരീശ്വരർ ആലയത്തിൽ 5 എന്ന അക്കത്തിനും വളരെ പ്രത്യേകതയുണ്ട്. ക്ഷേത്രത്തിലെ 5 പ്രധാന മൂർത്തികൾ: വിനായകർ, മുരുകൻ, ശിവൻ, ശക്തി, ചണ്ഡികേശ്വരർ. ഭഗവാന്റെ 5 തിരുനാമങ്ങൾ: വൃദ്ധഗിരീശ്വരർ, പഴമലൈനാഥർ, വൃദ്ധാചലേശ്വരർ, മുതുകുണ്ട്രീശ്വരർ, വൃദ്ധഗിരിനാഥർ. ക്ഷേത്രത്തിലെ 5 വിനായകർ: ആഴത്ത് വിനായകർ, മാറ്റുരഹിത വിനായകർ, മുപ്പിള്ളിയാർ, ദശഭുജ ഗണപതി, വല്ലഭ ഗണപതി. ഭഗവാന്റെ ദർശനം കണ്ട 5 പേർ: രോമസ മഹർഷി, വിഭജിത് മുനി, കുമാരദേവർ, നാദശർമ്മ, അനവദ്യ. 5 ഗോപുരങ്ങൾ: കിഴക്ക് ഗോപുരം, തെക്ക് ഗോപുരം, പടിഞ്ഞാറ് ഗോപുരം, വടക്ക് ഗോപുരം, കണ്ഠരാദിത്യ ഗോപുരം. 5 പ്രകാരങ്ങൾ: തേരോടും പ്രകാരം, കൈലാസപ്രകാരം, വന്നിയടി പ്രകാരം, 63 പ്രകാരം, പഞ്ചവർണ്ണ പ്രകാരം. 5 കൊടിമരങ്ങൾക്ക് മുന്നിലുള്ള 5 നന്ദികൾ: ഇരട്ടെ നന്ദി, വേദനന്ദി, ആത്മനന്ദി, മാൽവിട നന്ദി, ധർമ്മനന്ദി.
അർദ്ധമണ്ഡപം, ഇടകഴി മണ്ഡപം, തപന മണ്ഡപം, ഇസൈ മണ്ഡപം, മഹാമണ്ഡപം എന്നിങ്ങനെ 5 മണ്ഡപങ്ങൾ. 20-കാൽ മണ്ഡപം, ദീപാരാധന മണ്ഡപം, 100-കാൽ മണ്ഡപം, വിഭജിത് മണ്ഡപം, ചിത്തിര മണ്ഡപം എന്നിങ്ങനെ 5 ഉൾമണ്ഡപങ്ങൾ. തിരുവനന്തൽ, കാലശാന്തി, ഉച്ചികാലം, സായരക്ഷ, അർദ്ധയാമം എന്നിങ്ങനെ 5 കാല പൂജകൾ. വിനായകർ, മുരുകൻ, പഴമലൈനാഥർ, പെരിയനായകി, ചണ്ഡികേശ്വരർ എന്നിവർക്കായി 5 തിരുത്തേരുകൾ. ഈ പ്രദേശത്തിന്റെ 5 നാമങ്ങൾ: തിരുമുതുകുണ്ട്രം, വൃദ്ധകാശി, വൃദ്ധാചലം, നെർക്കുപ്പെ, മുതുഗിരി. ഇങ്ങനെ പോകുന്നു 5ന്റെ മഹിമകൾ. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പണ്ടുകാലത്ത് ഏതോ ഒരു യുഗത്തിനൊടുവിൽ വന്ന പ്രളയത്തിൽ മുങ്ങാത്ത ഈ പ്രദേശം കണ്ട് ബ്രഹ്മദേവൻ ഇവിടെ എത്തി തന്റെ സൃഷ്ടികർമ്മങ്ങൾ പുനരാരംഭിച്ചു. ബ്രഹ്മദേവൻ ആദ്യം ജലം സൃഷ്ടിച്ചു. ഭൂമിയിൽ പർവ്വതങ്ങൾ സൃഷ്ടിക്കാനായി ബ്രഹ്മദേവൻ ശിവഭഗവാനെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ ആദ്യമായി മലയായി അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. ചിദംബരത്തിൽ കാളിയുമായി ഭഗവാൻ മത്സരിച്ച് നടനമാടിയെങ്കിൽ ഇവിടം ദേവന്മാർക്കായി സന്തോഷ നടനമാടിയ സ്ഥലമാണ്. അതിനുശേഷമാണ് ഭഗവാൻ തിരുവണ്ണാമലയിൽ മലയായി ദർശനം കൊടുത്തത് എന്നാണ് പറയുന്നത്. അതിനാൽ ഈ പ്രദേശം വൃദ്ധാചലം എന്നും പഴയ മല എന്നർത്ഥത്തിൽ പഴമലൈ, മുതുകുണ്ട്രം എന്നിങ്ങനെയും ഭഗവാൻ പഴമലൈനാഥർ എന്നും അറിയപ്പെട്ടു. വേറൊരു ഐതിഹ്യം: വിഭജിത് മഹർഷി തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആകാശത്തുകൂടെ പറന്നുപോയ ഒരു പറവ ഒരു കാതിലണിയുന്ന ആഭരണം മഹർഷിയുടെ മടിയിലേക്കിട്ടു. അത് രാജകുടുംബത്തിൻ്റെതാണെന്ന് അടയാളം കണ്ട് മനസ്സിലാക്കിയ മഹർഷി അത് കൊടുക്കുവാൻ രാജകൊട്ടാരത്തിലെത്തി. റാണിയുടെ പ്രിയപ്പെട്ട കർണാഭരണമായിരുന്നു അത്. റാണി മഹർഷിക്ക് കൈ നിറയെ പൊൻപണം നൽകി അയച്ചു. ആ പണം കൊണ്ട് വിഭജിത് മഹർഷി ഇവിടെ ഭഗവാന് കോവിൽ നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം. ഇടയ്ക്ക് നിർമ്മാണത്തിനിടെ പണക്കുറവ് നേരിട്ടപ്പോൾ മഹർഷി അവിടെയുണ്ടായിരുന്ന വന്യമരത്തിന്റെ ഇല ഭഗവാനെ പ്രാർത്ഥിച്ച് പണിക്കാർക്ക് കൂലിയായി നൽകിയത്രേ. കൂലിക്കാർക്ക് അവർ ചെയ്ത ജോലിക്കുള്ള അളവ് സ്വർണ്ണനാണയമായത് മാറിയെന്നാണ് കഥ. 2500-ലധികം വർഷം പഴക്കം തോന്നിക്കുന്ന ആ വന്യമരം ഉത്തരകോശമംഗ ക്ഷേത്രത്തിലേതുപോലെ ഇന്നും ക്ഷേത്രത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ക്ഷേത്ര അധികാരികൾ മരം ഭദ്രമായി സംരക്ഷിച്ചിരിക്കുന്നു. 3000-ലധികം വർഷം പഴക്കം കണക്കാക്കപ്പെടുന്നതും 7 നിലകളുള്ള 5 വലിയ ഗോപുരങ്ങളോടെയും 26 അടി ഉയരമുള്ള ചുറ്റുമതിലുകളോടെയും 660 അടി നീളവും 390 അടി വീതിയുമുള്ള കിഴക്ക് ദർശനമായ പഴമലൈനാഥർ തിരുക്കോവിൽ ചോഴരാജാവ് കണ്ഠരാദിത്യന്റെ ഭാര്യ സെമ്പിയൻ മാദേവിയും പാണ്ഡ്യരാജാക്കന്മാരും വിജയനഗര സാമ്രാജ്യ അധിപതികളും പുനർനിർമ്മാണം ചെയ്തിട്ടുണ്ട്. പൗർണമിയിൽ നടക്കുന്ന ഗിരിവലവും ഇവിടെ പ്രസിദ്ധിയുള്ളതാണ്. 2022 ഫെബ്രുവരി മാസത്തിലാണ് ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം നടന്നത്. ഈ വലിയ ക്ഷേത്രത്തിൽ ഒരുപാട് പ്രതിഷ്ഠകളും കാശിയിലെ പോലെ കയ്യിൽ വില്ലോടെയുള്ള ഭൈരവ പ്രതിഷ്ഠയും ബിന്ദുമാധവ പെരുമാൾ സന്നിധിയുമുണ്ട്. പ്രധാന പ്രതിഷ്ഠകൾക്കെല്ലാം പ്രത്യേകം കൊടിമരങ്ങളും കോവിലുകളുമുണ്ട്. ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന പ്രധാന സന്നിധിയിൽ ശ്രീ പരമേശ്വരൻ, മുതുകുണ്ട്രനാഥർ, പഴമലൈനാഥർ, വൃദ്ധഗിരീശ്വരർ എന്നീ നാമങ്ങളിൽ സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഇവിടെ ഭഗവാനെ ദർശിക്കുന്നതിലൂടെ മനസമാധാനം, രോഗമുക്തി, സമ്പത്ത്, ഐശ്വര്യം, കല്യാണയോഗം, മുക്തി എന്നിവ കൈവരുമെന്നാണ് വിശ്വാസം. ദേവി പെരിയനായകിക്കും ബാലാംബികയ്ക്കും പ്രത്യേകം സന്നിധികളുണ്ട്. ദേവി ബാലാംബികയായി മാറിയതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ഗുരു നമശിവായർ എന്ന തീവ്ര അമ്പാൾ ഭക്തൻ ഒരുനാൾ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഇരുട്ടായതിനാൽ മണ്ഡപത്തിൽ കിടന്നുറങ്ങി. ഇടയ്ക്ക് വിശപ്പിനാൽ ഉറക്കമുണർന്ന അദ്ദേഹം ദേവി വൃദ്ധാംബികയെ മുതിർന്ന എന്നർത്ഥം വരുന്ന രീതിയിൽ കിഴത്തി എന്ന നാമത്തോടെ ആഹാരം ചോദിച്ച് പതികം പാടി. ദേവി അത് തമാശയായി എടുത്ത് ഒരു വൃദ്ധയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് വൃദ്ധയായ തനിക്ക് എങ്ങനെ ഭക്ഷണം തരാനാവും എന്ന് ചോദിച്ചത്രേ. ഉടനെ നമശിവായർ ദേവിയെ ഇളമേ എന്നർത്ഥം വരുന്ന രീതിയിൽ പതികം പാടിയപ്പോൾ ദേവി ഒരു ബാലികയുടെ രൂപത്തിൽ ബാലാംബികയായി പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് ആഹാരം വിളമ്പി എന്നാണ് പറയുന്നത്. അതേപോലെ വിശന്നെത്തിയ ഒരു കർണാടക മന്നനും ദേവി ഭക്ഷണം വിളമ്പുകയും അദ്ദേഹത്തിന് കുമാരദേവർ എന്ന് പേര് വയ്ക്കുകയും ചെയ്തതായും ഐതിഹ്യമുണ്ട്. ദേവി പെരിയനായകി, ദേവിമാർ ദ്വാരപാലികകളായി കാവൽ നിൽക്കുന്ന കരിവറയ്ക്കുള്ളിൽ 4 കരങ്ങളോടെ മധുരഭാഷിണിയായി വൃദ്ധാംബിക അമ്മൻ, പെരിയനായകി എന്നീ നാമങ്ങളിൽ തനി ഗോപുരത്തിന് കീഴിൽ കുടികൊള്ളുന്നു. അടുത്തായി ദുർഗാ ഭഗവതിയുമുണ്ട്. ബാലാംബിക അമ്മൻ സന്നിധിയിൽ ദേവി ബാലികയായി ബാലാംബികെ ഇളയനായകി എന്ന നാമത്തോടെ അനുഗ്രഹം ചൊരിയുന്നു. ഈ ബ്രഹ്മാണ്ഡ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠകളെ കൂടാതെ വള്ളിദേവയാനി സമേത മുരുകൻ, വിനായകർ, ദക്ഷിണാമൂർത്തി, ബ്രഹ്മാവ്, ദുർഗ, വന്യമരത്തിനടിയിൽ വിനായകർ, വിഭജിത് മുനി, രോമസ മഹർഷി, പഞ്ചഭൂതലിംഗങ്ങൾ, മീനാക്ഷി സ്വക്കലിംഗം, വിശ്വനാഥലിംഗം, ആറുമുഖർ, സഹസ്രലിംഗം, അണ്ണാമലയാർ, നവഗ്രഹങ്ങൾ, ദണ്ഡപാണി, 63 നായന്മാർ, 4 ഋഷഭാരൂഢർ, സപ്തമാതാക്കൾ, വരുണലിംഗം, ബിന്ദുമാധവ പെരുമാൾ, മയൂരമുരുകൻ, ഗജലക്ഷ്മി, ഭൈരവർ, സൂര്യൻ, സൂര്യലിംഗം, 28 ആഗമലിംഗങ്ങൾ, നാഗദൈവങ്ങൾ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വന്യമരം. ക്ഷേത്രതീർത്ഥം മണിമുത്താറ്, നിത്യാനന്ദ കൂപം, അഗ്നിതീർത്ഥം, ചക്രതീർത്ഥം, കുബേരതീർത്ഥം എന്നിങ്ങനെ 5 തീർത്ഥങ്ങൾ. പൗർണമി, അമാവാസി, പ്രദോഷം എന്നീ പ്രധാന ദിവസങ്ങൾ കൂടാതെ മാസി ബ്രഹ്മോത്സവം 10 നാൾ, വൈകാശി വിശാഖം 10 നാൾ, ആണി തിരുമഞ്ജനം, ആരുദ്ര ദർശനം, കന്ദഷഷ്ടി, വിനായക ചതുർത്ഥി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം
രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 3:30 മണി മുതൽ രാത്രി 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ വൃദ്ധാചലം ബസ് സ്റ്റാൻഡിൽ നിന്നും 1.5 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വൃദ്ധാചലം 3 കിലോമീറ്റർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.